ലണ്ടനിലെ തേംസ് നദിക്ക് കുറുകെയായി നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് ടവർ ബ്രിഡ്ജ്. 1886 ഈ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ടവർ ഓഫ് ലണ്ടന് സമീപമായാണ് ഈ ബ്രിഡ്ജ് ഉള്ളത്. പാലം മധ്യത്തിൽ നിന്നും ഇരുവശങ്ങളിലേക്കും ഉയർത്തിയാണ് കപ്പലുകൾക്ക് സഞ്ചരിക്കാനായി സൗകര്യമൊരുക്കുന്നത്. ഈ സമയം ഉച്ചഭാഷിണിയിലൂടെ അറിയിപ്പ് നൽകും. വലിയ തോതിലുള്ള വ്യവസായ വാണിജ്യവൽക്കരണത്തിന്റെ ഫലമായി 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ലണ്ടൻ നഗരത്തിന്റെ ജനസംഖ്യയും ഗതാഗതക്കുരുക്കും ക്രമാതീതമായി വർദ്ധിച്ചു. ഇതിനൊരു പരിഹാരം കാണുന്നതിനു വേണ്ടി 1877 രൂപം കൊണ്ട കമ്മിറ്റിയാണ് തേംസ് നദിക്ക് കുറുകെ ടവർ ഹാംലെറ്റ്സ് പ്രദേശത്തെയും സൗത്ത് വാക്ക് പ്രദേശത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയതായി ഒരു പാലം പണിയാൻ തീരുമാനിക്കുന്നത്. ലണ്ടനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇന്ന് ടവർ ബ്രിഡ്ജ്. നഗരമധ്യത്തിൽ തന്നെയാണ് ടവർ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. പാലത്തിന്റെ ചരിത്രവും സവിശേഷതകളും സഞ്ചാരികൾക്ക് വിവരിച്ചു കൊടുക്കുന്നതിനായി ഒരു എക്സിബിഷനും ടവർ ബ്രിഡ്ജിന്റെ ഭാഗമായി നിലവിലുണ്ട്. ടിക്കറ്റ് എടുത്താൽ ടവറിനുള്ളിൽ കയറി ലിഫ്റ്റ് ഉപയോഗിച്ച് മുകളിലേക്ക് പോയി ഉയരത്തിലുള്ള ഇരട്ട നടപ്പാതകളിലൂടെ നടക്കുവാൻ സാധിക്കും. അവിടെ നിന്നും നോക്കിയാൽ ലണ്ടൻ നഗരത്തിന്റെ മനോഹാരിത അതിന്റെ പൂർണ്ണതയിൽ കാണാവുന്നതാണ്. കപ്പലുകൾ വരുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് 86 ഡിഗ്രി ചെരുവിൽ പാലം പൂർണ്ണമായും തുറക്കുവാൻ സാധിക്കും. തേംസ് നദിയിലൂടെയുള്ള പ്രാദേശിക ചരക്കുഗതാഗതം കൂടുതലായിരുന്ന പണ്ടുകാലത്ത് ഒരു ദിവസത്തിൽ പലതവണ ടവർ ബ്രിഡ്ജ് തുറക്കുമായിരുന്നു. എന്നാൽ ഇന്ന് വളരെ അപൂർവമായി ദിവസത്തിൽ 1-2 തവണ മാത്രമേ പാലം തുറക്കുകയുള്ളൂ. പാലം തുറക്കുന്ന സമയം ടവർ ബ്രിഡ്ജിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആ കാഴ്ച കാണാൻ സഞ്ചാരികളുടെ വലിയ തിരക്ക് സാധാരണയായി അനുഭവപ്പെടാറുണ്ട്.